എമ്പുരാൻ സിനിമേന്റെ പേരിൽ മോഹൻലാലിന് നേരെയും പൃഥ്വിരാജിന് നേരെയും സംഘികൾ സോഷ്യൽ മീഡിയയിൽ ഇമാതിരി തെണ്ടിത്തരം കാണിച്ചിട്ട് ഏതെങ്കിലും മലയാള സിനിമയിൽ വേറൊരു നടനോ നടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക പ്രവർത്തകർ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഒന്നും വേണ്ട, ഇവർ രണ്ടാളപ്പുറമുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇവരെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ട് ഒരുമിച്ചുണ്ട് ഒന്നും വേണ്ട, വെറുതെ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണൂല. പക്ഷെ ഒരു സ്ത്രീ, അതായത് സിനിമയിൽ സജീവമൊന്നല്ല, അവര് സീരിയലിൽ സജീവമല്ല, ഇവർക്ക് ഇവരെ കൊണ്ട് ഈ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടാകാത്ത ഒരു സ്ത്രീ ഇവർക്ക് കൊണ്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന്. എന്നിട്ട് സംഖ്യകൾ അവരെ തെറിവിളിയാണ്. പക്ഷെ അവര് കാണിച്ച ആണത്തം എന്ന് പറയണം കേട്ടോ. ആണത്തം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രം കാണിക്കുന്നില്ല, സ്ത്രീകൾ കാണിക്കുന്ന തന്റെ ഇടത്തിനും ആണത്തം തന്നെ പറയണം. ആ ആണത്തം നിങ്ങൾ കണ്ടട്ടെ. ഇതാണ് അവർ ആ കാണിച്ച ആണത്തം. ഫുൾ തെറിവിളിന്റെ അടിയിൽ. പക്ഷെ എന്നിട്ട് അവർ വിട്ടുകൊടുക്കുന്നില്ല. എന്നിട്ട് അവരതിന്റെ പിറ്റേന്ന് വേറൊരു പോസ്റ്റ് ചെയ്തിന്. അത് നിങ്ങൾ കാണണം കേട്ടാ. നിങ്ങൾ ആലോചിച്ചട്ടെ, ഈ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഉപകാരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകാരം ഉണ്ടായ ഈ അമ്മ കുമ്മ എന്ന് പറഞ്ഞ സംഘടനയില്ലേ, ഒരാള് പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവരെ. പേടി, ആരെയും പേടിക്കുന്നത്? സംഖ്യകൾ ഇവർ ഇല്ലാണ്ടായിക്കളി എന്നുള്ള പേടി. നാണും മാനും ഉളുപ്പുണ്ട് ആ നാറികളെ ഒരുമിച്ച് നിൽക്കുന്നവന്റെ ആസനത്തിൽ മിട്ടുപൊട്ടിക്കുന്ന നായ്ക്കള്. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കള്ളന്മാരായാലും സഹകള്ളനോട് ഒരു പിന്നെ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. എന്തിന്? മയക്കുമരുന്ന് കേസിലെ പ്രതികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റൂല. അവർക്ക് ആ ഒരു സ്നേഹം ഉണ്ടാവും എല്ലാവർക്കും. നിങ്ങൾ നോക്കട്ടെ, ഞാനും നിങ്ങളടക്കം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരക്കോ നിങ്ങൾക്കോ ഈ പൃഥ്വിരാജനെ കൊണ്ട് മോഹൻലാലിനെ കൊണ്ട് ഒരു രൂപയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരെ കൊണ്ട് ഉപയോഗമുള്ള എത്ര ആൾക്കാർ ആ സിനിമയിൽ അഭിനയിച്ചവർ, അറ്റ്ലീസ്റ്റ് ആ സിനിമയിൽ അഭിനയിച്ചവരില്ലേ, അവർ വരെ ഇതിന്റെ പേരിൽ ഒരു സപ്പോർട്ട് ചെയ്ത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാ. ടോവിനോ ആയിക്കോട്ടെ, മഞ്ജു വാര്യർ ആയിക്കോട്ടെ, ഇനി എത്ര ആൾക്കാർ ഇവരെ കൊണ്ട് ഉപകാരമുള്ള ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് സീമാജി നായർ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ആണത്തം. അവര് സിനിമയിൽ സജീവല്ല, സീരിയലിൽ ജസ്റ്റ് സജീവമുള്ളൂ. ഇപ്പല്ലോ അവർക്ക് പേടിയില്ല, സംഘികളെ പേടിയില്ല, നിലപാടുകൾ പറയാൻ പേടിയില്ല. കണ്ടു പഠിക്കണം. നാറിയ സിനിമാ മേഖലയുള്ളവരെ, സ്വയം ഒറ്റി കൊടുക്കുന്ന, സ്വയം ചതിക്കുന്ന നാറികളെ. ആ സ്ത്രീ കാണിക്കുന്ന തന്റെ ഇടം നിനക്കൊന്നും ജന്മത്തിലുണ്ടാവില്ല. നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച് നടക്കുന്ന സിനിമാക്കാരങ്ങളല്ലോ. സപ്പോർട്ട് ചെയ്യുന്നവന്റെ ആസനത്തിൽ ഉണ്ടു പൊട്ടിക്കുന്ന ടീം നാറികൾ. സീമാജി നായർക്ക് ഭാവിയിൽ ഇതിന്റെ പേരിൽ എന്തെല്ലാം നേരിടേണ്ടി അറിയാം. പൃഥ്വിരാജായാലും മോഹൻലാലും കുറച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടും. അവര് ആ സെറ്റപ്പ് അവർക്കുണ്ട് രക്ഷപ്പെടാനുള്ള. പക്ഷെ സീമാജി നായർക്ക് ആ സെറ്റപ്പ് ഒന്നുമില്ല. അവർക്കറിയാം അവരെ ഇവർ സംഘികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്തില്ല. ഒരുമിച്ചുള്ള സിനിമാക്കാർക്ക് മാറികൾക്കില്ലാത്ത ആ ഒരു തന്റെ ഇടം. ബിഗ് സല്യൂട്ട് സീമാജി നായർ. നിങ്ങൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇവർ ആ പോസ്റ്റ് പോയിട്ട് ഒരു ലൈക്കും കടിക്കണം കേട്ടാ. സീമാജി നായർ നല്ല ലൈക്ക് ഉണ്ട്. സംഘികളെ ഇങ്ങനെ കിടന്നവിടെ തൂറിയെറിയാനല്ലേ സംഘികൾക്കാവൂ. തൂറിയെറിയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിന് പിറ്റേന്ന് അവർ പോസ്റ്റ് ഇട്ടുണ്ട്, അടിപൊളി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സീമാജി നായർ എല്ലാ അഭിനന്ദനങ്ങളും. സിനിമാക്കാരെ നാറികളെ, സ്വന്തം കൂടെ നിൽക്കുന്നവനെ സപ്പോർട്ട് ചെയ്യാത്ത നായ്ക്കളെ, നിങ്ങളെല്ലാം ആരാടാ സപ്പോർട്ട് ചെയ്യാൻ? തെണ്ടികൾ.